മാത്രമല്ല യാഥാർത്ഥ്യത്തിലും ധാരാളം പുഴകളുണ്ട് ആലപ്പുഴയിൽ, അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ ഒരു പ്രശ്നം, കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട ഗതികെട്ട മനുഷ്യർ കൂടിയാണ് അവിടുത്തേത്. പക്ഷേ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന RO പ്ലാന്റുകളുമുണ്ട് ആലപ്പുഴയിൽ. അതെന്താ അങ്ങനെ പറഞ്ഞെന്നല്ലേ, കണ്ടു നോക്കാം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ആലപ്പുഴയിൽ കുടിവെള്ളം വലിയ പ്രശ്നമാണ്. ജനങ്ങളുടെ ആശ്രയം ഇതേപോലത്തെ RO പ്ലാന്റുകളാണ്. പ്ലാന്റിന്റെ ഒരു പ്രത്യേകത, ഇവിടെ പണം മേടിക്കാനായി അങ്ങനെ സ്ഥിരമായി ആളുണ്ടാവില്ല. എത്ര ലിറ്റർ ആണോ നമ്മൾ എടുക്കുന്നത് ആ പണം ഒന്നുകിൽ ഈ വഞ്ചിക്കകത്തിടുക അല്ലെങ്കിൽ GPay ചെയ്യുക. ഈ RO പ്ലാന്റിന്റെ ഉടമസ്ഥയാണ്. ചേച്ചി, എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെ കാശ് മേടിക്കാൻ ആളെ നിർത്താത്തത്? വിശ്വാസം ഇല്ലായകയല്ല, കുടിവെള്ളമല്ലേ. അപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്തും ആൾക്കാർ വെള്ളം കുടിച്ചോട്ടെ എന്നുള്ള ഒരു ഇത് തന്നെയാണ്. ഒരിക്കലും അതൊരു അവിശ്വാസം എന്നുള്ള ഒരിക്കലും എടുത്തിട്ടില്ല. നമ്മളില്ലാത്ത സമയത്തും ഇത് പ്ലാന്റ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടി നടക്കുക. ആൾക്കാർ വന്നിട്ട് വെള്ളം ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആരെങ്കിലും പറ്റിക്കാറുണ്ടോ? ഞാൻ കാണുകയല്ല, ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്നോട് പറയുന്നവരോട് ഞാൻ പറയും കുടിവെള്ളമല്ലേ, സാരമില്ല കുടിച്ചോട്ടെ എന്നുള്ള വിധത്തിലാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഒരുപാട് പേര് ആ സമയത്ത് ചില്ലറ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരും, അല്ലെങ്കിൽ ഒരുമിച്ച് തരുന്നവരുണ്ട്. ഞാൻ ഇല്ലെന്നോർത്ത് ഇടാതെ പോയിട്ട് പിന്നീട് കൊണ്ടു തരുന്നവരുണ്ട്. പല ടൈപ്പ് ആൾക്കാരുണ്ട്. RO പ്ലാന്റിന്റെ തൊട്ടടുത്ത കടയിലുള്ള ചേട്ടനാണ്. ചേട്ടാ, ആൾക്കാരൊക്കെ പറ്റിച്ചുകൊണ്ട് പോകാറുണ്ട്. പലരെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ചിലരിങ്ങനെ ഫോണിങ്ങനെ കാണിച്ചിട്ട് പോവുക. ഉടനെ ഞാനവിടെ വിളിച്ച് ചോദിക്കും. പുള്ളിക്കാർ ചോദിക്കുമ്പോൾ പറയാൻ വന്നത് അവിടെ പൈസ വന്നിട്ടില്ല. അത് കൈയോടെ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. 40 രൂപയുടെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് പോയി. അതൊക്കെ ചതിവല്ലേ. ഇതൊരു ഉപകാരമല്ല ചെയ്യുന്നത് എല്ലാവർക്കും ഏത് സമയത്തും. പണം വാങ്ങാൻ എപ്പോഴും ആളുകൾ ഉണ്ടാകാറില്ലാത്ത ധാരാളം സ്വകാര്യ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങളുണ്ട് ആലപ്പുഴയിൽ. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ തന്നെ കാര്യങ്ങൾ നമ്മളോട് പറയും. രഘു, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലേ ഈ ആലപ്പുഴയിലെ കുടിവെള്ള പ്രശ്നമൊക്കെ. RO പ്ലാന്റുകളൊക്കെ ഉള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ 15-20 രൂപയൊക്കെ കൊടുത്ത് നമ്മളൊരു ബോട്ടിൽ കുടിവെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതിലും ഭേദമാണ് ഈ ലിറ്റർ 1 രൂപ നിരക്കിൽ കൊടുക്കുന്നത്. ആ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ സമയം അത് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ കുടിവെള്ളമല്ലേ, പോട്ടെ, കാശൊന്നും തരണ്ട എന്ന് വിട്ടുകളയുന്ന മനുഷ്യരെ പോലും കബളിപ്പിക്കുന്നവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് സാധാരണ നിലയിൽ നമ്മൾ ആലപ്പുഴയിലേക്ക് വരുന്നത് വെള്ളവും വള്ളവും പാടവും ഒക്കെ കാണാനാണ്. പാടശേഖരങ്ങളിലും ഈ ആറുകളിലും കായലുകളിലും ഒക്കെ നിറയെ വെള്ളമുണ്ട്. പക്ഷേ ഇതൊന്നും കുടിക്കാൻ കൊള്ളാവുന്നതല്ല. ആലപ്പുഴ നഗരത്തിലെ കാര്യം മാത്രമല്ല, നമ്മൾ കുട്ടനാടിൻ്റെ ഹൃദയഭാഗമായ കൈനഗിരി പോലെയുള്ള വള്ളത്തേൽ മാത്രം ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോലും കുടിവെള്ളം വലിയ പ്രശ്നമാണ്. സാധാരണ നിലയിൽ തുണി അലക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി മാത്രമേ ആ കായലിലൊക്കെ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ബാക്കി ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം വില കൊടുത്ത് വാങ്ങുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ ധാരാളം RO പ്ലാന്റുകൾ ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകൾ ഉണ്ട്. ജലം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നതാണ്. 1 രൂപ മാത്രമാണ് അതിൻ്റെ വില. പലപ്പോഴും എനിക്ക് വലിയ കൗതുകം തോന്നാറുണ്ട്. നമ്മളിപ്പോൾ കാണിച്ച സ്ഥലത്ത് മാത്രമല്ല, അംബിക ചേച്ചിയുടെ RO പ്ലാന്റിൽ മാത്രമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിൽ ആളുകളൊന്നും കാണില്ല. വണ്ടിയിലൊക്കെ വലിയ ക്യാനിൽ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകും. ഭൂരിഭാഗം ആളുകളും പണം കൊടുക്കാറുണ്ട്. കാരണം സാധാരണ നമ്മളൊരു കുപ്പിവെള്ളത്തിന് 15 രൂപയാണ്, ചില കടകളിൽ 20 രൂപ വാങ്ങാറുണ്ട്. ഇത് 1 ലിറ്റർ വെള്ളം, നമ്മൾ കുടിവെള്ളം അല്ലെങ്കിൽ കുപ്പിവെള്ളത്തിൻ്റെ അത്രയും ശുദ്ധമല്ലെങ്കിൽ പോലും ഏകദേശം അതിനോട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് വെള്ളം കുടിക്കാനും പച്ചവെള്ളം കുടിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ്. ഇത് ആലപ്പുഴയിലെ പൊതുവായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞാൻ ആലപ്പുഴയിലെ ആളുകളെ ഒരു നന്മ അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത പറയാൻ വേണ്ടി പറയുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് മാങ്ങാ കച്ചവടമാണ് ഈ ടൗണിൽ തന്നെ. അദ്ദേഹം ഹോൾസെയിൽ ഡീലറാണ്. അദ്ദേഹത്തിനും ഇതേപോലെയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു വെളുപ്പിനെയാണ് ലോഡ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് 4 മണി തൊട്ട് 7 മണി വരെ മാത്രമേ അദ്ദേഹം കടയിൽ കാണാറുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഈ മാങ്ങ എടുത്തുകൊണ്ട് പോവുക, ആളുകളിൽ നിന്ന് പൈസ മേടിക്കാൻ ഒരു CCTV ഉണ്ട്. ആരാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന്
മാങ്ങ എടുത്തുകൊണ്ട് പോകും, പണം അവിടെ വെച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നീട് ആ ഉടമസ്ഥനുള്ള സമയത്ത് കൊണ്ടുകൊടുക്കും. ഇത് ആലപ്പുഴക്കാരുടെ നഗരത്തിലെ ഒരു പൊതു നന്മയാണോ എന്ന് എനിക്ക് അറിയില്ല. ശരിയാണ് ഈ രഘു. അപ്പോൾ മാങ്ങക്കടയിൽ നേരിട്ട് മാത്രം അത്രത്തോളം വലിയ അനുഭവമുള്ള ആളുകൂടിയാണ് രഘു. അതാണ് നമ്മളെടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റുള്ളവരെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെ ആരാണെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ അറിയുന്നവരാണെങ്കിൽ പോലും വിശ്വസിക്കുന്ന കുറേ മനുഷ്യർ ആലപ്പുഴയിലുണ്ട്. അവരെയും കൂടി പറ്റിക്കാൻ നോക്കരുത്. അതേ ഈ റിപ്പോർട്ടിന്റെ അവസാനം എനിക്ക് പറയാനുള്ളൂ. ശരി രഘു.